എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇഷ്ടം എന്ന സീരിയൽ എൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ഒരു വീക്കിലെ പ്രൊമോയാണ്. അപ്പം നമുക്ക് ആ പ്രൊമോ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ വിനോദിൻ്റെ അനുഗ്രഹയും വിവാഹം മുടങ്ങുമ്പോൾ ഇവിടെയും പ്രതിക്കൂട്ടിലാകുന്നത് വേറെ ആരുമല്ല, ഇഷിത തന്നെ പ്രതിക്കൂട്ടിലാകുകയാണ്. ഇഷിത ആകെ ഒറ്റപ്പെടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നം പോലെ തന്നെ ഇഷിത ഒറ്റയ്ക്ക് നേരിടേണ്ട അവസ്ഥ വരികയാണ്. അപ്പം ഇഷിതയ്ക്ക് ഇതെല്ലാം അറിയാമെന്നുള്ളത് കൊണ്ട് മഹേഷിൻ്റെ വിചാരം തന്നെ ചതിക്കാൻ വേണ്ടിയാണ് ഇഷിത ഇതൊക്കെ ചെയ്തതെന്നാണ്. അപ്പം മഹേഷ് ഇഷിതയോട് പറയുന്നുണ്ട്, കൂടെ നിന്ന് ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലാന്ന്. ഇത് കേട്ട് നമ്മുടെ ഇഷിതയ്ക്ക് ആകെ വിഷമവും സങ്കടവുമാകുന്നു. കാരണം തൻ്റെ അവസ്ഥ മഹേഷ് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത്. അപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. ഇത് പിന്നെ അതുപോലെ മഹേഷിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ ഇഷിത അങ്ങ് വിഷമിക്കുകയാണ്. പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ മഹേഷ് ഇത് കേട്ടതോടുകൂടി ആകെ തകർന്ന് തരിപ്പണമായി. കാരണം മഹേഷ് ഒരിക്കലും ചിന്തിക്കുന്നില്ല വിനോദിന് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാകുമോ എന്ന്, എന്തുകൊണ്ട് തന്നോട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും വിനോദിനോ ഇഷിതയ്ക്കോ ഒരു മറുപടിയും ഇല്ല. കാരണം അവർക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ, പക്ഷെ അവരത് പറഞ്ഞില്ല. അപ്പം നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇത് കേട്ട് വല്ലാത്തൊരവസ്ഥയിലൂടെ നടക്കാൻ വയ്യാതെ ഇങ്ങനെ തളർന്ന് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വിനോദ് കയ്യിലൊക്കെ പിടിച്ച് ഇത് ചെയ്യുകയാണ്. അപ്പം മഹേഷിൻ്റെ അവസ്ഥ വിനോദിന് മനസ്സിലാവും. തൻ്റെ ഏട്ടനെ താൻ ധിക്കരിക്കുന്നു എന്നുള്ള തോന്നലൊക്കെ നമ്മുടെ വിനോദിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പം ഈ വിനോദിനോട് നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, ഇത് എന്നെ മാത്രം ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഞാനത് സ്വന്തമായിട്ട് നേരിടുക തന്നെ ചെയ്യും. അതിലാരെയും കൂടെ നിർത്താൻ ശ്രമിക്കുകയില്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഈ മഹേഷിൻ്റെ ഈ തകർച്ച എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. ഇതിനെതിരെ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാവൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഇഷിത വിനോദിനോട് പറയുകയാണ്. പക്ഷേ ഇത് അപ്പുറത്തെ സൈഡാണെങ്കിൽ നമ്മുടെ ആകാശ് മേനോനും കൈലാസെല്ലാം കൂടി കല്യാണം എങ്ങനെ മുടക്കാം എന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുകയാണ്. കാരണം ഈ കല്യാണം മുടങ്ങിയാൽ മാത്രമേ കേരള ചാപ്റ്റർ ആകാശിന് കിട്ടുകയുള്ളൂ എന്ന് ആകാശിൻ്റെ ഒരു തോന്നലുണ്ട്. അപ്പം അത് കിട്ടാൻ വേണ്ടിയാണ് ആകാശ് ഈ ശ്രമിക്കുന്നത് തന്നെ. അപ്പം ലാസ്റ്റ് വിനോദ് ഈ തീരുമാനം മാറ്റുമോ അതോ വിനോദ് അനുഗ്രഹയെ തന്നെ വിവാഹം ചെയ്യുമോ, ഇതൊന്നും നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചിപ്പിയിലേക്ക് അടുക്കുകയും കൂടുതൽ ഇഷ്ടത്തെപ്പറ്റി അറിയാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന എപ്പിസോഡാണ് നെക്സ്റ്റ് വീക്ക് വരുന്നത്. പിന്നെ നല്ല ആദ്യം നമ്മുടെ ചിപ്പിമോളുമായിട്ടുള്ള നല്ല കോംബോകളൊക്കെ വരുന്നുണ്ട്. പിന്നെ വീണ്ടും ഇഷിതയും മഹേഷും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതെല്ലാം വീട്ടുകാരും എല്ലാവരും കൂടെ മുതലെടുക്കുകയാണ്. കാരണം ഇഷിത എങ്ങനെയും എന്താ പറയുക, എങ്ങനെയും അടിച്ചമർത്തുക എന്നതാണല്ലോ എല്ലാവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി എല്ലാവരും കൂടെ ഓരോന്നൊക്കെ വീണ്ടും ചെയ്യുകയാണ്. അങ്ങനെ നെക്സ്റ്റ് വീക്ക് നമുക്ക് മൺഡേയിലെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.